ഹലോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡയറലൈസിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ പേസ്റ്റ് സെറ്റായതുകൊണ്ട് മുകൾ ഭാഗം കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡയറലൈസിങ് പ്രോസസ്സ് നന്നായിട്ട് നടന്നിക്കണം അറിയാനുള്ള ഇതാണ് കേട്ടത്. അതിൻ്റെ മുകൾ ഭാഗം നല്ല ഡാർക്കായിട്ടും അടിയിലേക്കൊക്കെ നല്ല ലൈറ്റ് കളറായിട്ടും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഏത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നല്ല ലൂസായിട്ട് വേണമെങ്കിൽ, നല്ല ഓവർ ലൂസാവരുത്, എന്നാലും ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, സ്പാച്ചുല വെച്ചിട്ട് തന്നെയാണ് നന്നായി മിക്സ് ചെയ്താൽ ഇതേപോലെ നല്ല സിൽക്കി സ്മൂത്തി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഉണ്ടല്ലേ, ഇതേപോലെ നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ഹെന്നൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇതിനൊക്കെ ഹെന്ന ഇടാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെന്ന കോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഹെന്ന കോൺസും നെയിൽ കോൺസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലൊരു ഷോക്സ് പോലെ ഇതരിക്കുന്ന ഒരു ഷോക്സ് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഹെന്ന പേസ്റ്റ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. ഇതിൽ കാണുന്നില്ല, അതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെയാണ് കേട്ടോ. നല്ല ലൂസാവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല. നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ പൈപ്പിംഗ് ബാഗും ഷോക്സും കൂടി പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ശക്തിയിൽ തന്നെ വലിച്ചു കൊടുക്കുക. നന്നായിട്ട് വലിച്ചു കൊടുത്താൽ തന്നെയാണ് ഇത് കിട്ടുള്ളൂ. ഇത് നല്ലൊരു പണിയുള്ള പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ കോണിലാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.